ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനവുമായി ആമേൻ ദൈവമക്കളുമായി ഈ പകൽക്കാല ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തോടുകൂടി ആയിരിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന നല്ല അവസരങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചിന്തയ്ക്കാധാരമാക്കി എടുക്കപ്പെട്ട തിരുവചന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 19 മുതൽ. ലൂക്കോസ് 16:19. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ തൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചു കൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിഷപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നാക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാന് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേൽപോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നന്ദിയോടെ വാഴ്ത്തുകയാണ് പിതാവേ, സ്തുതിക്കുന്നപ്പനെ. ഹല്ലേലൂയ. ആമേൻ. ഈ വിശുദ്ധ പകൽക്കാലം ഞങ്ങൾക്ക് കർത്താവേ തിരുവാലയത്തിൻ്റെ എങ്ങനത്തിലായിരുന്നു കൊണ്ട് ഒന്നുകൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ, തിരുവചനങ്ങളെ ധ്യാനിക്കുവാൻ. ഹല്ലേലൂയ. അപ്പാ സ്തോത്രം കർത്താവേ. ദൈവം നൽകപ്പെട്ടിരിക്കുന്ന അവസരങ്ങൾക്കായി നന്ദി കർത്താവേ. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ കരം ഹല്ലേലൂയ ഈ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരുമാറാകട്ടെ കർത്താവേ. ഹല്ലേലൂയ. അവർക്ക് ഒന്നുകൂടെ ദൈവത്തോട് എടുക്കുവാൻ, ഒന്നുകൂടെ ഹല്ലേലൂയ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ. ഹല്ലേലൂയ. ആ ദൈവത്തോട് പറ്റിയിരിക്കുവാൻ തക്കവണ്ണം സ്വർഗം ഒരു സാവകാശത്തെ കൂടെ കർത്താവ് ഇന്ന് പകൽക്കാലം ദൈവമേ അവിടുന്ന് കണ്ട വിധങ്ങൾക്കായി നന്ദി, ഒരുക്കിയ വിധങ്ങൾക്കായി നന്ദി, ദൈവം ചെയ്തിരിക്കുന്ന സകല ഉപകാരങ്ങൾക്കായി നന്ദി കർത്താവേ. ഈ വചനത്തെ അപ്പൻ അവിടുന്ന് വാഴ്ത്തി നുറുക്കി തരുമാറാകണമേ. ഇത് 100 മേന് നന്മ വിളയുവാൻ. ഹല്ലേലൂയ. ഇത് വിടുതലായി മാറുവാൻ തക്കവണ്ണം സ്വർഗം ഈ പകൽക്കാലം അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെതിരെ നിൽക്കുന്ന എല്ലാ പോരാട്ട ശക്തികളെയും എൻ്റെ ദൈവമേ എന്ന പകൽക്കാലം സ്വർഗം ദൂരീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളങ്ങളെ ദൈവം തുറക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. വചനം കർത്താവേ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഹല്ലേലൂയ പ്രകാശമുള്ളതായി തീരുവാൻ. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. 100 മേനി വിളയുവാൻ സ്വർഗം മുഖാന്തരമാക്കി മാറ്റുമാറാകണമേ. ഇതകത്തും പുറത്തും വിടുതലായി വ്യാപരിക്കട്ടെ കർത്താവേ. ആമേൻ. പ്രൈസ് ടു ജീസസ്. ഓ റമന ഗക്ഷസ്യാര ഷുഡമന റിഗബക്ഷാര ബാബാ രീ ബാബാ. യേശുവേ നന്ദി രാജാവേ, നന്ദി രാജാവേ. ദൈവമേ ഹല്ലേലൂയ. പൊന്നു കരങ്ങളിലേക്ക് താഴ്ത്തുകയാണ് കർത്താവേ. അതോടൊന്ന് ദൈവ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കണമേ. അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ. വൻ വിടുതലെ പകൽക്കാലം അടന്ന് പകരുമാറാകണമേ എന്ന് ദൈവത്തോട് കഴുകുകയാണ് കർത്താവേ. അലേവന പരിസരമല്ല അപ്പൻ്റെ കരങ്ങളിലേക്ക് തരുന്നു യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. 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 പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു. ആമേൻ. പ്രൈസ് ടു ജീസസ്. ഓറമന ഹോഷസ്യാരബ. യേശുവേ നന്ദി കർത്താവേ. ധനവായ ഒരു മനുഷ്യൻ ആമേൻ ഹല്ലേലൂയ ഉണ്ടായിരുന്നു. അവൻ തൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചു കൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നാക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാന് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ ആമീൻ മേൽപോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ആമീൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ആഡംബരത്തോടെ സുഖിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ഇച്ഛകൾ വഴങ്ങി ആമേൻ ലോകമോഹങ്ങൾ കുടുങ്ങി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ധനം സമ്പാദിച്ചു. ഹല്ലേലൂയ. മഹാധനവാനായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ ഹല്ലേലൂയ. സാധുവാകുന്ന ഒരു മനുഷ്യൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അവൻ്റെ പേരാണ് ഹല്ലേലൂയ. വചനം പറയുന്നു. ആമേൻ. താങ്ക് യു ജീസസ്. ഓറമന ഗക്ഷസ്യാരബ വൈഷാരബ റബക്ഷാരബ ഓറഗക്ഷസി റിബ റിബക്ഷാരബ. ലാസർ മരിക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ വചനം പറയുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ധനവാൻ മരിച്ചപ്പോൾ ആമേൻ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അവൻ യാതന അനുഭവിക്കുന്ന സ്ഥലത്ത് പോകുവാനിടയായി. കിടാത്ത ഹല്ലേലൂയ തീയുള്ളിടത്ത്, ചാകാത്ത പുഴയുള്ളിടത്ത്
ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. യേശുവേ നന്ദി രാജാവേ, നന്ദി കർത്താവേ. ആമേൻ ഒരിക്കലും അല്ലല്ല മോചനമില്ലാത്തൊരു സ്ഥലത്ത് ഒരിറ്റ് വെള്ളം പോലെ ലഭിക്കാത്ത ഒരിടത്ത് ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നാവ് വരണ്ടുകൊണ്ടിരിക്കുന്ന ഇടത്ത് ആമേൻ ഹല്ലേലൂയ ശരീരം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരിടത്ത് ആമേൻ ഹല്ലേലൂയ ഈ പുഴുക്കളെ കൊണ്ട് ആമേൻ ചൊറിച്ചിലും ആകമാനം അസ്വസ്ഥതയും ഉള്ളൊരിടത്തേക്ക് ഈ ധനവാൻ ചെല്ലുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവിടെ അബ്രഹാം പിതാവിന്റെ മടിയിലിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ഈ സാധു മനുഷ്യനെ ഈ ധനവാൻ കാണുകയാണ് ദൈവ പൈതലേ. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അവനൊരു കാര്യം മനസ്സിലായി, ഞാൻ ഈ ലോകത്ത് ഈ സമ്പത്തെല്ലാം വലിച്ചു കൂട്ടി ഈ നന്മകളെല്ലാം ശേഖരിച്ചു എൻ്റെ പടിപ്പുരക്കൽ അല്ലെങ്കിൽ എൻ്റെ വാതുക്കൽ ഉണ്ടായിരുന്ന മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാതെ വേണം ഞാൻ എല്ലാം സ്വരുക്കൂട്ടി വെച്ചു. പക്ഷേ ഞാൻ പോയപ്പോൾ എനിക്കൊന്നും കൊണ്ടുപോകാനായി കഴിഞ്ഞില്ല. ആമേൻ ഹല്ലേലൂയ. ഞാനിതാ യാതന അനുഭവിക്കുകയാണ്. ഈ കിടാത്ത ജോലയിൽ കിടന്ന് ഞാൻ ഹല്ലേലൂയ ഇഞ്ചിഞ്ചായി ഹല്ലേലൂയ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടെ നിന്നൊരു മോചനമില്ല, ഇവിടെ നിന്നൊരു വീണ്ടെടുപ്പില്ല, ഇവിടെ നിന്നൊരു രക്ഷയില്ല. ഓ ഹല്ലേലൂയ. എന്റെ ആമേൻ ഹല്ലേലൂയ ആദ്യം അവസാനം ഇവിടെ തന്നെ എന്ന് പറഞ്ഞ അവൻ നിലവിളിക്കുന്ന ഒരു അനുഭവം അവിടെ കാണുകയാണ് പ്രിയ ദൈവത്തിന്റെ പൈതലേ. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവവചനം കേട്ടിട്ട് കാര്യമില്ല, അത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. ഹല്ലേലൂയ. ദൈവവചനം കേട്ടിട്ട് നാം അത് ചെയ്യാതിരുന്നാൽ അത് പാപമാണ്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയാണ്, ഓ ഹല്ലേലൂയ അബ്രഹാം പിതാവിന്റെ മടിയിലിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ഈ മനുഷ്യനെ കണ്ടിട്ട് അവൻ വിളിച്ചു പറയുകയാണ്, അബ്രഹാം പിതാവേ, ഓ ലോസനെ എന്റെ അടുക്കലേക്ക് ഒന്നയക്കണമേ. അവന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കേണ്ടതിന് അവനെ ഒന്ന് അയക്കണമേ എന്ന് നിലവിളിക്കുന്ന ഒരു അനുഭവം അവിടെ കാണുകയാണ് ദൈവ പൈതലേ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദാഹം കൊണ്ട് വരണ്ട ഇരിക്കുന്ന ആ നോവിനെ ഒന്ന് തണുപ്പിക്കുവാൻ തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ വ്രണം പിടിച്ച് ആമേൻ ഹല്ലേലൂയ വചനം പറയാണ് നായ്ക്കളും വന്ന് അവന്റെ വ്രണത്തെ നോക്കും. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നായ്ക്കൾ വന്ന് ഇവന്റെ വ്രണത്തെ നോക്കും. ഇത് ഈ ധനവാൻ കാണുന്നതാണ്. ഇത് കണ്ട മനുഷ്യൻ പറയാണ്, അവനെ വന്ന് ഹല്ലേലൂയ ആമേൻ എന്റെ അടുക്കലേക്ക് അയക്കണമേ. അവന്റെ വിരലിന്റെ അറ്റ വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കുവാൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അത്ര കഠിനമാകുന്ന ശോധനയാണ് ആമേൻ ഹല്ലേലൂയ നരകവാസം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ഉച്ചഭാഷണിയിലൂടെ ദൈവ ശബ്ദം ശ്രവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ വ്രണം നിറഞ്ഞ കൈയായാലും മതി, ആമേൻ അതൊന്ന് ആമേൻ വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ എന്ന് ഒരു ധനവാൻ വിളിച്ചു പറയണമെങ്കിൽ ഓ ഹല്ലേലൂയ നരകത്തിൽ അനുഭവിക്കുന്ന ആമേൻ ഹല്ലേലൂയ കഷ്ടത എത്രമാത്രം കൊടും ഹല്ലേലൂയ കാഠിന്യത ഉള്ളതെന്ന് ഇന്ന് പകൽക്കാലം നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടതായുണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. വ്രണമുള്ള ഒരു കരത്തിലൂടെ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും തന്നാൽ നമുക്ക് ഭക്ഷിക്കുവാൻ കഴിയുമോ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കഴിയത്തില്ല ദൈവത്തിന്റെ പൈതലേ. ഇതോർത്താൽ ഹല്ലേലൂയ ആ ധനവാൻ എങ്ങനെ പറയുവാൻ കഴിയും? ഓ ഹല്ലേലൂയ ആമേൻ ആ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്ന നാവിനെ ഒന്ന് തടിപ്പിക്കുവാൻ അവനെ അയക്കണമേ എന്ന് ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അവൻ അനുഭവിക്കുന്ന ഹല്ലേലൂയ കഷ്ടത ആമേൻ അത്ര ഹല്ലേലൂയ കടും ഹല്ലേലൂയ ക്രൂരതയുള്ളതാകൊണ്ട് അവൻ വിളിച്ചു പറയുകയാണ് ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നത് ആമേൻ ഹല്ലേലൂയ നാം വചനത്തെ അനുസരിക്കണം, ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തിന്റെ കൽപ്പനകൾ നാം പ്രമാണിക്കണം. ഹല്ലേലൂയ ആമേൻ. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ചിന്തിച്ചു ആമേൻ കല്യാണ വസ്ത്രമില്ലാതെ വണ്ണം എങ്ങനെയാണ് കല്യാണശാലയിലേക്ക് കടന്നു വന്നതെന്ന്. ഹല്ലേലൂയ നമുക്കൊരു പരിശുദ്ധാത്മാവിന്റെ വസ്ത്രം ആവശ്യമാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയത്തുള്ളൂ. ഇതില്ല എങ്കിൽ ആമേൻ ഹല്ലേലൂയ നാം കിടാത്ത തീയിലും ചാകാത്ത
വസ്ത്രം ഉണ്ടെങ്കിൽ നാം ഒരിടത്തും തള്ളപ്പെടുകയില്ല, ഉപേക്ഷിക്കപ്പെടുകയില്ല. ഈ ധനവാൻ ഹല്ലേലൂയ നിത്യ അഗ്നിയിലേക്ക് തള്ളപ്പെടുവാനിടയായി. അവന്റെ സ്വത്തുകൾക്ക് അവനെ വിടുവിപ്പാൻ കഴിഞ്ഞില്ല, അവന്റെ ധനത്തിന് അവനെ വീണ്ടെടുക്കുവാൻ കഴിഞ്ഞില്ല. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ധനം അവനെ ഹല്ലേലൂയ ഒന്നുമില്ലാത്തവനാക്കി തീർത്തു. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവന്റെ സമാധാനം കേട്ടോ, അവന്റെ സന്തോഷം കേട്ടോ, അവന്റെ ശരീരമാകമാനം ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ ആ ജ്വാലയിലേക്ക് തള്ളപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ലാസർ ഹല്ലേലൂയ എന്തായി തീർന്നുവെന്നറിയാമോ? അവൻ വ്രണം നിറഞ്ഞവനായി ആമേൻ പടിപ്പുരകൾ കിടന്നുവെങ്കിലും, ധനവാന്റെ വേശ്യയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കിയെങ്കിലും, നായ്ക്കൾ വന്നവന്റെ വ്രണം നക്കിയെങ്കിലും, ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോകുവാനിടയായി തീർന്നു. ദൂതന്മാർ അവനെ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കൊണ്ടു ചെല്ലുവാൻ ഇടയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ വിളിച്ചു പറയപ്പെടുന്ന ആ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് ആമേൻ ഹല്ലേലൂയ ലാസറിനെ എത്തിക്കുവാൻ തക്കവണ്ണം ഇടയായതായി വിശുദ്ധ വേദ പുസ്തകം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. വിളിക്കപ്പെട്ട് ഹല്ലേലൂയ വിളി കേട്ട് ഇറങ്ങി വന്ന വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് ആമേൻ ലാസറിനെ ആമേൻ കൊണ്ടെത്തിക്കുവാൻ സ്വർഗത്തിന് കഴിഞ്ഞുവെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, ആമേൻ ഹല്ലേലൂയ, നാം ഇന്ന് നിന്നെ അനുഭവിക്കുന്നുവെങ്കിൽ ദൈവനാമ മുഖാന്തരം നാം ഏതെങ്കിലും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ പേര് ദോഷങ്ങൾ നമ്മുടെ മേൽ മുദ്ര കുത്തി വച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണമേ, നമുക്കായി ഒരു നിത്യത ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യുഗ യുഗമായി കർത്താവിനോട് കൂടെ ആ പ്രിയനോട് കൂടെ ആമേൻ ആ മണിയറയിൽ വാഴുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം നമുക്കായി ഒരു നിത്യത ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ, നാം ഭാരപ്പെട്ടു പോകണ്ട, നിരാശപ്പെട്ടു പോകണ്ട, ആശങ്കപ്പെട്ടു പോകണ്ട. നമുക്കായി ഒരുക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് വിശുദ്ധ വചനം വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകൂലവും അവന്റെ മേലിട്ടുകൊള്ളുവീനെന്ന് വചനം വിളിച്ചു പറയുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ, സ്വപുത്രനെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സ്നേഹിച്ച കർത്താവ് നമ്മെയും സ്നേഹിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. പുത്രനെ ഭൂമിയിലേക്ക് അയച്ച മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ അയക്കപ്പെട്ടുവെങ്കിൽ നാം അവന്റെ ഹല്ലേലൂയ പ്രിയ ജനമാണ്. ദൈവ പൈതലേ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആകാകളധ്വനി കേൾക്കുന്ന മാത്രയിൽ അവനോടുകൂടെ എടുക്കപ്പെടണമെങ്കിൽ നമുക്കൊരു കല്യാണ വസ്ത്രം ആവശ്യമായിരിക്കുകയാണ്. ഹല്ലേലൂയ, ഈ വസ്ത്രം ധരിക്കണമെങ്കിൽ നമുക്ക് ഉപവാസം ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്, ദൈവിക കൂട്ടായ്മ ബന്ധം ആവശ്യമാണ്. ഉപദേഷ്ടാക്കന്മാരുടെ ഹല്ലേലൂയ ആമേൻ ഉപദേശം നാം കൈക്കൊള്ളേണ്ടതായി ഉണ്ട്. ഹല്ലേലൂയ, ടാങ്കിലോട് ഹല്ലേലൂയ നാം അപ്പം നുറുക്കേണ്ടതുണ്ട്, പ്രാർത്ഥനാ ജീവിതം കഴിക്കേണ്ടതുണ്ട്. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ആ പ്രിയനോടുകൂടെ മണിയറ വാസം ലഭിക്കുകയുള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ടാങ്കിലോട് ഹല്ലേലൂയ ആ സുന്ദരനാകുന്ന ആ കർത്താവിനെ സ്തുതിക്കണമെങ്കിൽ ആമേൻ ഈ ആത്മാവ് നമ്മുടെ മേൽ വന്നിരിക്കണം. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് വന്ന ഒരു വ്യക്തിയെ ഹല്ലേലൂയ വചനം പറയാണ് ഓ ഹല്ലേലൂയ സകല സത്യത്തിലും വഴി നടത്തുവാനിടയായി തീരും. ന്യായത്തെ നീതിയെ കുറിച്ച് ബോധം വരുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. നടക്കേണ്ടുന്ന വഴി ഉപദേശിച്ചു കൊടുക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ,
ഈ ആത്മാവിനെ പ്രാപിക്കുവാൻ ദാഹമുള്ളവർക്ക് മാത്രമേ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ ഉപവസിക്കാൻ കഴിയത്തുള്ളൂ, പ്രാർത്ഥിപ്പാൻ കഴിയത്തുള്ളൂ, കൂട്ടായ്മ പങ്കിടുവാൻ കഴിയത്തുള്ളൂ. ഓർത്തുകൊള്ളണമേ ദൈവ പൈതലേ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. വചനം പറയുകയാണ് ഹല്ലേലൂയ, അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നോവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജോലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ ആമേൻ. വചനം പറയുന്നു, അബ്രഹാം മകനെ നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഹല്ലേലൂയ. നിന്റെ ആയുസ്സിൽ ഹല്ലേലൂയ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നാം എത്ര നന്മ പ്രാപിച്ചാലും, എത്ര സുഖിച്ച് ജീവിച്ചാലും, എത്ര തന്നെ ആർഭാടത്തോടുകൂടെ ജീവിച്ചാലും, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, മരണത്താൽ നമുക്കൊരു ആമേൻ ഹല്ലേലൂയ വേർപാടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജഡം ഇവിടെ അവശേഷിക്കുകയും നമ്മുടെ ആത്മാവ് ഹല്ലേലൂയ എത്തേണ്ടുന്നിടത്ത് എത്തുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവം രണ്ട് വഴികളെ ആക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതിനാണ് ആമേൻ ഹല്ലേലൂയ സ്വർഗ്ഗമെന്നും നരകമെന്നും ഹല്ലേലൂയ പറയപ്പെടുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നരകത്തിലെ അനുഭവത്തെയാണ് ഈ വിശുദ്ധ വേദ പുസ്തകം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുന്നിൽ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ധനവാന്റെ അനുഭവത്തെയാണ് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ആർപ്പാടം ജീവിതം കാഴ്ചവെച്ച ഒരു മനുഷ്യന്റെ ജീവിതമാണ് ഇവിടെ വരച്ചു കാട്ടുന്നത്. ഹല്ലേലൂയ. എത്ര പേർ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആമേൻ ഹല്ലേലൂയ ആ കർത്താവിനോട് പറയും, ഈ ലോക ജീവിതമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് കർത്താവിനോട് കൂടെ വസിക്കുവാൻ തക്കവണ്ണം എന്നെ വന്ന് ചേർത്തുകൊള്ളണമേ. ഈ ലോകത്തിലെ പ്രവൃത്തികൾക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്, ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിലെ നന്മകൾ ആവശ്യമാണ്, എന്നാൽ പരിധി വിട്ട് എനിക്കൊരു നന്മയും വേണ്ട. എന്നെ ആ കർത്താവിന്റെ ആ നിത്യതയ്ക്ക് ഓഹരിക്കാരാക്കി മാറ്റണമേ എന്ന് പകൽക്കാലം എത്ര പേർ പറയും. അവരെയാ ദൈവം സ്നേഹിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ലാസറിനെ സ്നേഹിച്ച കർത്താവ് ഈ വ്രണം നിറഞ്ഞ ആമേൻ ഹല്ലേലൂയ സാധു മനുഷ്യനെ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കൊണ്ടെത്തിച്ച ആ കർത്താവിനെയാണ് ആവശ്യമെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? ഓ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് പകൽക്കാലം അങ്ങയുടെ പ്രസാദം നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഓ ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ സ്വർഗ്ഗം സന്തോഷിക്കുന്ന ദിനമായി മാറും. പ്രിയ ദൈവത്തിന്റെ പൈതലെ, അങ്ങയുടെ ആത്മാവ് കൊണ്ട് എന്നെ പൊതിയണമേ എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധ്യമാണോ? Praise God, hallelujah. Thank you Lord, hallelujah. ഉടമനരികബക്ഷരബ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ഓ ഹല്ലേലൂയ വചനം പറയുകയാണ്. ഓ ഹല്ലേലൂയ സ്വർഗ്ഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. ഹല്ലേലൂയ ആമേൻ. കൽപ്പനകൾ പ്രമാണിച്ചില്ല എങ്കിൽ ആ നിത്യത കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് വചനം വിളിച്ചു പറയുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ. നമ്മെ ഭരിക്കുന്ന രോഗത്തിന് കാരണം എന്താണ്? നമ്മെ ഭരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾക്ക് കാരണം എന്താണ്? നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങൾക്കും അപകടങ്ങൾക്കും കാരണം എന്താണ്? ഇന്ന് പകൽക്കാലം ഒരു തിരിഞ്ഞു നോട്ടം ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അബ്രഹാം പിതാവിനെ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പിതാവിന്റെ മടിയിലിരിക്കുന്ന ലാസറിന്റെ ആ സന്തോഷം എത്ര വലിയതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, ഒന്ന് പിറകിലോട്ടൊന്ന് ആലോചിച്ചാട്ട്. ആമേൻ ഹല്ലേലൂയ. ആ ധനവാൻ ഹല്ലേലൂയ സുഖിച്ച് ജീവിച്ചിട്ട് ഒരർത്ഥമില്ലാതെ പോയി. ഈ ലോകത്തിലെ ഇച്ഛകൾക്ക് വഴങ്ങി, ഈ ലോകത്തിലെ മോഹങ്ങൾക്ക് ആമേൻ അഡിക്റ്റായി ജീവിച്ചിട്ട് അവന്റെ ജീവിതം ഒന്നുമില്ലാത്തതായി തീർന്നു. ഹല്ലേലൂയ. അവൻ വേദനയെ അനുഭവിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. വീണ്ടും പറയുകയാണ് ഹല്ലേലൂയ. അതേ ഹല്ലേലൂയ ദൈവമേ, അതേ അബ്രഹാം പിതാവേ ഹല്ലേലൂയ അവനെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കലൊന്ന് അയക്കണമേ. എനിക്ക് ഇനിയും 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിക്കുവാൻ മരിച്ചവരിൽ ഒരുത്തൻ എഴുന്നേറ്റ് ചെന്ന് പറഞ്ഞാൽ അവർ കേൾക്കുമെന്ന് പറയുകയാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. മരിച്ചവരിൽ ഒരുത്തൻ എഴുന്നേറ്റ് ചെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരന്മാർ കേൾക്കും.
അവർ ഈ വേദന അനുഭവിക്കുന്ന, ഈ യാതന അനുഭവിക്കുന്ന സ്ഥലത്തേക്ക് വരാതിരിക്കുവാൻ ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് അയക്കണമേ എന്ന് അബ്രഹാമിനോട് പറയുന്ന ഒരു ധനവാനെ വീണ്ടും അവിടെ കാണുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചാട്ട് വചനം പറയുന്നു, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. അവരുടെ വാക്ക് കേൾക്കാതിരുന്നാൽ മരിച്ചവരിൽ ഒരുത്തൻ എഴുന്നേറ്റ് ചെന്ന് പറഞ്ഞാലും അവർ കേൾക്കുകയില്ല എന്ന് വചനം പറയുകയാണ്. ഹല്ലേലൂയ. വചനം കേട്ട് മാർത്ത മത്സരിക്കുന്നവരോട് ദൈവാത്മാവ് പറയുന്ന ഒരു സത്യമാണിത്. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കാതിരുന്നാലോ മരിച്ചവരിൽ ഒരുത്തൻ എഴുന്നേറ്റ് ചെന്ന് പറഞ്ഞാലും അവർ കേൾക്കുകയില്ല. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വചനം കേൾക്കുന്നവരും ഹൃദയം കാഠിന്യപ്പെട്ടു പോകുന്ന അനുഭവം, കട്ടിയായി തീരുന്ന അനുഭവം, ഉണരുവാൻ കഴിയാത്ത അനുഭവം, ദൈവത്തെ പുകഴ്ത്തുവാൻ കഴിയാതിരിക്കുന്ന അനുഭവം. ഹല്ലേലൂയ. വചനത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ കഴിയാതിരിക്കുന്ന അനുഭവം, ഹൃദയ കാഠിന്യതകളെ ഇന്ന് പകൽക്കാലം സ്വർഗം ശാസിക്കുന്ന പകലാണ്. ദൈവത്തെ സ്തുതിക്ക. വചനം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. വചനം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെ അടക്കി വെക്കുവാനല്ല, നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ. ഓ ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. We will watch the Lord's. We will watch. We watch the Lord's. We will watch us. യേശുവിന്റെ നാമം ജയമെടുക്കുകയാണ്. യേശുവിന്റെ നാമം ജയമെടുക്കുകയാണ് ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. ദൈവത്തോട് പറയുക, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എന്നിൽ എന്തെങ്കിലും ആമേൻ വീക്ക് പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇതാ കർത്താവേ എന്നെ ദൈവകരങ്ങളിൽ തരികയാണ്. അങ്ങനെ പണിയണമേ, അങ്ങനെ നല്ല പൊന്നാക്കി പുറത്തു കൊണ്ടുവരണമേ, കൊള്ളാകുന്ന ഒരു പാത്രമാക്കി എന്നെ പണിയണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ ഒരു പാത്രത്തെയും ഉടച്ചു കളയുന്നവനല്ല. ആ കുശവന്റെ കയ്യിലായിരുന്ന ആമേൻ കളിമൺ പാത്രം നിലത്ത് വീണുടഞ്ഞപ്പോൾ അതിനെ വീണ്ടും ചകട്ടി, ആമേൻ, ഹല്ലേലൂയ, അതിനെ വേണ്ടുന്ന രീതിയിൽ ആമേൻ അതിനെ ഹല്ലേലൂയ നല്ല മണ്ണാക്കി, നല്ല ഹല്ലേലൂയ രൂപം വരുത്തി മറ്റൊരു മനോഹരതയുള്ള ഒരു പാത്രമാക്കി പണിതതുപോലെ സ്വർഗം നമ്മെ പണിയുവാൻ തക്കവണ്ണ അവന്റെ കരങ്ങളേക്കൊന്ന് കൊടുത്താട്ട് ആ നല്ല കുശവന്റെ കയ്യില്, നല്ല യേശുവിന്റെ കയ്യില്, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരെല്ലാം കൊടുക്കുമോ അവരെ കർത്താവ് പണിയും. ഹല്ലേലൂയ. ദൈവത്തെ സാക്ഷിക്കുവാൻ, ജലത്തിൽ സാക്ഷിക്കുവാൻ, യേശുവിനെ സാക്ഷിക്കുവാൻ തടയായിരിക്കുന്ന ആ കെട്ടുകളെ ഇന്ന് പകല് യേശു പൊട്ടിക്കും. പാരമ്പര്യ കെട്ടുകളെ, പാരമ്പര്യ ചങ്ങലകളെ, പാരമ്പര്യ നുഖങ്ങളെ ഇന്ന് ഹല്ലേലൂയ യേശു പൊട്ടിക്കുവാൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. യഹോവയാം ദൈവം ഇവിടെ ഉണ്ട്. ഓ ഓ ഓ യേശുവേ, നന്ദി, നന്ദി കർത്താവേ. ആ വസ്ത്രം എന്റെ മേൽ തരയണമേ, ആ പുതപ്പ് എന്റെ മേൽ വീഴണമേ എന്ന് ഇന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? ആ പരിശുദ്ധാത്മാവിന്റെ പുതപ്പ്, ഓ ഹല്ലേലൂയ, ആ അലങ്കാര വസ്ത്രം എന്റെ മേൽ വീഴണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ എത്ര പേർക്ക് കഴിയും? പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരുടെ മേൽ പരിശുദ്ധാത്മാവ് പകരുന്ന ഒരു പകലാണ് ഈ പകല്. എത്ര പേർ വിശ്വസിക്കുന്നു? പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുവാനിടയായി തീരും. ആത്മാവിന്റെ ഫലങ്ങൾ നിങ്ങളുടെ മേൽ ഉണ്ടാകും. ആത്മാവിന്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടും. ആത്മാവിന്റെ ശകന നിങ്ങളെ പൊതിയുവാനിടയായി തീരും. ആത്മഫലം നിങ്ങളിൽ നിന്ന് പുറത്തു വരും. രോഗക്കെട്ടുകൾ
നിങ്ങളെ വിട്ട് മാറും. ആമാശയ കേട്ടുകൾ, ഉദര രോഗങ്ങൾ, എന്ന പകൽക്കാലം അത് കത്തി കരിഞ്ഞു പോകും. പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? വിട്ടുകൊടുക്കുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആമേൻ. താഴ്ത്തി ഏൽപ്പിക്കുവാൻ എത്ര പേർക്ക് ആകാംക്ഷയുണ്ട്? ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കുക, ദൈവം പ്രവർത്തിക്കട്ടെ. ഏൽപ്പിക്കുക, ദൈവം പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 26-ാം വാക്യം പറയുകയാണ്, അത്രയുമല്ല ഞങ്ങൾക്ക് നിങ്ങൾക്ക് നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. വചനം പറയുകയാണ്, ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കുവാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കുവാൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ലോകമെമ്പാട് സുവിശേഷം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഹല്ലേലൂയ, മരിച്ചവരിൽ നിന്ന് ഒരുത്തനെ അയക്കണമേ എന്ന് പറയുന്ന ലോകത്താണ് ആമീൻ ഞാനും നിങ്ങളും ഈ നാളുകളിൽ ആമീൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ പറയുന്നു, അവർക്ക് മോശയും പ്രവാചകന്മാർ ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ. ഹല്ലേലൂയ. ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് നാം കേൾക്കണം, അനുസരിക്കണം. പ്രൈസ് ഗോഡ്. ദൈവവചനം നാം അംഗീകരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വചനപ്രകാരം ജീവിക്കണം. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ നാം തള്ളപ്പെടുവാൻ സാധ്യതയുണ്ട്. പ്രൈസ് ഗോഡ്. കൽപ്പനകളെ നാം പ്രമാണിച്ചില്ല എങ്കിൽ നാം ഹല്ലേലൂയ പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. നമുക്ക് എത്ര അറിവുണ്ടായാലും എത്ര പാണ്ഡിത്യമുണ്ടായാലും എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ആമീൻ, ദൈവവുമായി നമുക്കൊരു ബന്ധമില്ല എങ്കിൽ, ദൈവവുമായി നമുക്കൊരു കൂടിക്കാഴ്ചയില്ല എങ്കിൽ, ദൈവവുമായി ഒരു പ്രാർത്ഥനാ ജീവിതമില്ല എങ്കിൽ, അവൻ്റെ രക്തവും മാംസവും നാം ഭക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് അവനോടുകൂടെ പങ്കുണ്ടാകത്തില്ല. ആമേൻ, ഹല്ലേലൂയ. 9 കൽപ്പനകൾ നാം പ്രമാണിച്ചിട്ട് ഒന്ന് വിട്ടുകളഞ്ഞാൽ സകലതും പ്രമാണിക്കാത്തതിന് തുല്യമായി തീരും ദൈവ പൈതലെ. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതല് സകലതും അംഗീകരിക്കുവാൻ ആമേൻ ബാധ്യസ്ഥതയുള്ളവരാണ്. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് ദൈവ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ കഴിയുന്നുണ്ട്? ദിനം പ്രതി ഹല്ലേലൂയ നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഒരിക്കലായി നാം കഴുകൽ പ്രാപിച്ച്, ഒരിക്കലായി നാം ജലത്തിൽ സാക്ഷിച്ച്, ഒരിക്കലായി നാം അങ്ങയുടെ രക്തവും മാംസവും ഭക്ഷിച്ച് മാറി നിൽക്കുകയല്ല. നാം കിട്ടുന്ന അവസരങ്ങളൊക്കെയും ആ ദൈവത്തോടൊന്ന് പറ്റിയിരിക്കുവാൻ ഹല്ലേലൂയ നാം ഹല്ലേലൂയ കടമപ്പെട്ടവരാണ്. ആമേൻ, ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ആശ്രയം ക്രിസ്തുവിലാകണം. അവൻ ദൈവമായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. സ്വന്തം പുത്രനെ ആമേൻ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി അയച്ച് തൻ്റെ ഏകജാതനായ പുത്രനെ, പരിശുദ്ധാത്മാവാം ദൈവം പുത്രനാകുന്ന ക്രിസ്തുവിനെ ലോകത്തിലേക്ക് മാനവരാശിയുടെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വേണ്ടി അവൻ അയച്ചുവെങ്കിൽ ഹല്ലേലൂയ അവന്റെ മക്കളാണ് നാം. അവന്റെ ഭരണത്താൽ, അവന്റെ ഉയർപ്പിനാൽ അവന്റെ മക്കളാക്കി നമ്മെ അവൻ മാറ്റി. ഹല്ലേലൂയ. ആമേൻ. ആ സ്നേഹം, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എത്രയോ വലിയത് ദൈവ പൈതലേ. മരണത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തവൻ, ഓ ഹല്ലേലൂയ, അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ചവൻ, മാറാവ്യാധികളിൽ നിന്ന് നമ്മെ കോരിയെടുത്തവൻ, ഇന്ന് പകൽക്കാലം ഇതിന്റെ ആകാതളത്തില് നടന്നുകൊണ്ടിരിക്കുന്ന പകലാണ്. എത്ര പേർ അവനെ കാണുന്നുണ്ട്? എത്ര പേർ അവന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ആ ദൈവ സാന്നിധ്യം എന്റെ മേൽ വരണമേ എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ദൈവ സാന്നിധ്യമില്ലാതെ ഇവിടെ നിന്ന് എന്നെ അയക്കരുതേ എന്ന് ഓ ഹല്ലേലൂയ ഉള്ളുരുകി കഴിവാൻ എത്ര പേർക്ക് കഴിയും? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ നമ്മെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട്
പൊതിഞ്ഞുകൊള്ളുന്നവനാണ്. അവന്റെ ഉള്ളംകരങ്ങളിൽ നമ്മെ വരച്ചിരിക്കുന്നുവെന്നാണ് തിരുവചനം പഠിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ മുഖമൊന്ന് വാടിയാൽ, നമ്മുടെ കണ്ണുനീർ തുള്ളികളൊന്ന് ഒഴുകിയാൽ അവൻ കാണുകയാണ് ദൈവ പൈതലെ. നമ്മുടെ കാലിന്റെ ചലനം ഒന്ന് മാറിപ്പോയാൽ അവൻ കാണുകയാണ്. കാരണം എന്തെന്നറിയാമോ? അവന്റെ ഉള്ളംകരങ്ങൾ നമ്മെ വരച്ചിരിക്കുകയാണ്. ആ ക്രിസ്തുവിന്റെ സ്നേഹം എത്ര വിലയേറിയത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, താങ്ക് യു ലോർഡ്. വചനം പറയുന്നു, സ്വർഗരാജ്യം, ആമേൻ, ഹല്ലേലൂയ, വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയേക്കാൾ വലുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ബ്രഹ്മയേക്കാൾ വലുത്. പ്രൈസ് ഗോഡ്, ഉടമാനവക്ഷാരവ, സ്വർഗരാജ്യം അത് വലുത്. ഹല്ലേലൂയ. അനേക മുത്തുകള് അതിനോട് സാമ്യമാകത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വെളിയും പൊന്നും അതിനോട് സാമ്യമാകത്തില്ല. സ്വർഗരാജ്യം, ഹല്ലേലൂയ, പറഞ്ഞു വർണ്ണിക്കുവാൻ കഴിയാത്ത ഒന്നാണ്. ഹല്ലേലൂയ. ആ കിടാത്ത, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പുഴുവും, ആമേൻ, ഹോ റോമാന ചാറ, കിടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള, ആമേൻ, ഹല്ലേലൂയ, ഓ ഹോ ഹോ ഹോ, അഗ്നിയിലേക്കല്ല ദൈവ പൈതലേ നമ്മെ കർത്താവ് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്. ആ മണവാളന്റെ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മടിയിലേക്ക്, ഓ ഹല്ലേലൂയ, ആ ശോഭയുള്ള കർത്താവിനോടുകൂടെ വാസം ചെയ്യുവാൻ മണിയറ വാസത്തിലേക്ക് നമ്മെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ, ആമേൻ, ശുഭ്രവസ്ത്രധാരികളായി, ആമേൻ, തീരുവാൻ തക്കവണ്ണം ഈ പകൽക്കാലം നമ്മെ ഒരുക്കി കൊടുക്കണം. നമ്മുടെ കുടുംബത്തെ അതിനായി ഒരുക്കുവാനുള്ള കർത്തവ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ആമേൻ. നമ്മുടെ നല്ല ജീവിതം, നല്ല നടപ്പ്, നല്ല പ്രവൃത്തി, യേശുവിനെ ആരാധിക്കുന്ന രീതികൾ, ഗുണങ്ങൾ, ഇവയെല്ലാം കണ്ട് അവർ ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം. ആരെങ്കിലും കുടുംബതലത്തില്, ആമേൻ, ക്രിസ്തുവിന്റെ സ്നേഹം ഇട്ട് നഷ്ടപ്പെട്ട് ലോകത്തിന്റെ മോഹങ്ങളിൽ, ലോകത്തിന്റെ ഇച്ഛകൾക്ക് വഴങ്ങി ജീവിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുകയാണ്, നിങ്ങളുടെ നല്ല നടപ്പ് കണ്ട് വചനം കൂടാതെ വണ്ണം, വചനം കൂടാതെ വണ്ണം, ആവർത്തിച്ച് പറയുകയാണ്, വചനം കൂടാതെ വണ്ണം നിങ്ങളുടെ നല്ല പ്രവൃത്തിയും നല്ല നടപ്പും നല്ല പെരുമാറ്റവും നല്ല സ്വഭാവവും കണ്ടവർ ദൈവ സ്നേഹത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് അവരെ മടക്കി കൊണ്ടുവരുവാനുള്ള കർത്തവ്യം നമ്മുടെ ഓരോരുത്തരുടെ മേലും കർത്താവ് ഈ പകൽക്കാലം ഏൽപ്പിച്ചിരിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കും? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവരാൽ ഇത് സംഭവിക്കും. എത്ര പേർ വിശ്വസിക്കും? അവരാൽ ഇത് സംഭവിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഓ റമാനവക്ഷസ്യാരബ, ഓ ഹല്ലേലൂയ. വചനം പറയാണ്, തലമുടി പിന്നുന്നതോ പൊന്നണിയുന്നതോ, ഓ ഹല്ലേലൂയ, വസ്ത്രം ധരിക്കുന്നതിലോ അല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ നല്ല നടപ്പ് കണ്ട്, ആമേൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഭവനക്കാരെ കൂട്ടിച്ചേർക്കുന്നതാണ് ഒരു ദൈവ പൈതലിന്റെ ഗുണമെന്ന് പറയുന്നത്. ഈ ഗുണം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഓരോരുത്തരുടെ മേലും വെളിപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വ്യക്തി പോലും മാനസാന്തരമില്ലാത്ത വ്യക്തി കാണുവാൻ പാടില്ല. എങ്കിൽ ഈ ധനവാനെ പോലെ യാതന അനുഭവിക്കുന്ന സ്ഥലത്തെത്തിപ്പെടുവാനിടയാകും. സകലരും ഈ രക്ഷയെ കരസ്ഥമാക്കി കല്യാണ വസ്ത്രമുള്ളവരായി, അഭിഷേക വസ്ത്രമുള്ളവരായി, യേശുവിന്റെ ഹല്ലേലൂയ മക്കളായി, ഹല്ലേലൂയ, അങ്ങയുടെ പ്രിയ മക്കളായി തീരേണ്ടുന്നത് ആവശ്യമാണ്. ആ നിത്യ നരകത്തിൽ നിന്ന് ഒരു മോചനം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നാം പ്രാപിക്കണം. ഈ അബ്രഹാം പിതാവിന്റെ മടിയിലായിരിക്കുന്ന ലാസറിനെ പോലെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹിതം അന്വേഷിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്ത്, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിന്ദകളെ ആമേൻ വകവയ്ക്കാതെ, പരിഹാസങ്ങൾക്ക്, ഹല്ലേലൂയ, എഡിറ്റാകാതെ വേണം ആ ക്രിസ്തു നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ലാക്കിലേക്ക് ഓടി ബിരുദ പ്രാപിക്കുവാൻ സ്വർഗം നമ്മെ മാടി വിളിക്കുന്ന ഒരു പകലാണ്. എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കാം? അവരാൽ ഇത് സംഭവിക്കും, അവരാൽ ഇത് നടക്കും, അവരാൽ, ഹല്ലേലൂയ, ചേറ്റിൽ കിടക്കുന്നവരെ കോരിയെടുക്കുവാൻ ദൈവം സഹായിക്കും. ദൈവ പൈതലേ, അതിനുവേണ്ടി നമ്മെ ഓരോരുത്തരെയും ഒരുക്കി കൊടുക്കാം. ഹല്ലേലൂയ. ആ ധനവാനെ, ഹല്ലേലൂയ, പോലെയല്ല, ആ ലാസറിനെ പോലെ നമുക്കും ആ ദൈവത്തിന്റെ, ഹല്ലേലൂയ, നിത്യത്തിലേക്ക് കടക്കുവാൻ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ. ആമേൻ.